ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ വകുപ്പ് തല നടപടിയോ ക്രിമിനൽ നടപടിയോ എടുത്തിട്ടുണ്ടോ എന്ന് ഇന്ന് തന്നെ അറിയിക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ കേസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും. KM ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, വളരെ വേഗത്തിൽ തന്നെ ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുകയാണ്. രുചീഷ്, ഈ അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയും അതിനുശേഷം ഉച്ചയ്ക്ക് മുമ്പായി ഇതിൽ വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ജുഡീഷ്യറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭരണനിർവഹണ വിഭാഗം ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകൾ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്നിപ്പോൾ വ്യക്തമാക്കുകയും ഉച്ചയ്ക്ക് മുമ്പായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ അഭിഭാഷകനോട് അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിഷയം ഗൗരവമായി തന്നെ അല്ലെങ്കിൽ വിശദമായി തന്നെ കേൾക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇന്നലെ ഈ ഹർജി നൽകുമ്പോൾ തന്നെ അതിജീവിത കോടതിയെ അറിയിച്ചിരുന്നത് ഇത് അനധികൃതമായി പരിശോധിച്ചു എന്നതാണ് പരാതി. അത് ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി ഇതിൽ അന്വേഷണം നടത്തി. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ്. അത്തരം ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2018 ജനുവരിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഈ മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചു എന്ന് പറയുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ അതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. രണ്ടാമതായി ഈ ഡിസംബറിൽ ഒരു കോടതിയിലെ ക്ലർക്ക് മഹേഷ് മോഹൻ എന്ന ക്ലർക്ക് അത് സ്വന്തം ഫോണിലിട്ട് പരിശോധിച്ചു എന്ന് പറയുന്നു. അത് ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ പരിശോധിച്ചത് എന്ന് പറയുകയും പിന്നീട് ഈ ജഡ്ജി തന്നെ അത്തരം നിർദ്ദേശം നൽകിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ പൊരുത്തക്കേടുകളുണ്ട്. ഇതിൽ ദൃശ്യങ്ങൾ ചോർന്നോ എന്ന രീതിയിൽ സംശയമുണ്ട്. ഈ ദൃശ്യങ്ങൾ സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഫോറൻസിക് വിഭാഗത്തെയും ഉൾപ്പെടുത്തി ഒരു പുനരന്വേഷണമാണ് ഇതിൽ ആവശ്യം. അത്തരം ഒരു ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഹർജി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കുകയും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ വിഷയം പരിഗണിക്കുകയും ചെയ്യാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.